students, in this session we are discussing the topic share and types of shares. When share capital of the company is divided into small and equal units, each unit is called shares. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനെ ചെറുതും തുല്യമായ ചെറിയ യൂണിറ്റുകളാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ഓരോ യൂണിറ്റിനെയും ഷെയർസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. According to Section 2, Subsection 84 of Companies Act 2013, share means a share in the share capital of the company and it includes stock. For example, if the capital of the company is rupees 5 lakh, which is divided into 50,000 parts or units of rupees 10 each part or unit is called a share. The person who buys share is called a shareholder or member of the company. ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെ ഷെയർ ഹോൾഡർ എന്നോ അല്ലെങ്കിൽ മെമ്പർ ഓഫ് ദ കമ്പനി എന്ന പേരിലോ അറിയപ്പെടുന്നു. നെക്സ്റ്റ് വി ഡിസ്കസിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ഷെയർസ്. ദേ ആർ: ഷെയർ ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഇൻ ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൽ ഓരോ ചെറിയ യൂണിറ്റിനെയും ഷെയർ എന്ന പേരിൽ അറിയപ്പെടുന്നു. എ ഷെയർ റെപ്രസെന്റ് ദ ഓണർഷിപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്ന ഇൻഡിവിജ്വൽസ് കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ട് മാറും. എവറി ഷെയർ ഈസ് നമ്പേർഡ്. ഷെയർ ഈസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ഇറ്റ്സ് ഡിസ്റ്റിങ്റ്റീവ് നമ്പേഴ്സ്. ഓരോ ഷെയറിനും ഓരോ നമ്പേഴ്സ് അലോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓരോ ഷെയറും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് അതിൻ്റെ ഈ ഡിസ്റ്റിങ്റ്റീവ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. എ ഷെയർ ഈസ് മൂവബിൾ പ്രോപ്പർട്ടി ഇൻ ദ സെൻസ് ഓഫ് ട്രാൻസ്ഫറബിൾ. ഒരു ഷെയർ ഈസിലി ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. Each share has a value expressed in terms of money. Next, the types of shares. There are mainly two types of shares, that is preference shares and equity shares. First, we are discussing about preference shares. Preference shares are those shares which enjoy certain preferential right. The first preference in the payment of dividend and other is in the repayment of capital. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ സർട്ടൻ പ്രിഫറൻസ് എൻജോയ് ചെയ്യുന്ന ഷെയർസിനെയാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും രണ്ട് പ്രിഫറൻസുകളാണ് ഇത്തരം ഷെയർസ് എൻജോയ് ചെയ്യുന്നത്: ഡിവിഡൻഡ് പേ ചെയ്യുന്നതിലും അതുപോലെ തന്നെ ക്യാപിറ്റൽ റീപേ ചെയ്യുന്നതിലും. ദാറ്റ് മീൻസ് ഒരു കമ്പനി പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നതിന് മുന്നേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. അതുപോലെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ ക്യാപിറ്റൽ റീപേ ചെയ്യുമ്പോഴും ഫസ്റ്റ് കിട്ടാനുള്ള പ്രിഫറൻസ് ആണ് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ബിഫോർ എനി ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത നിരക്കിലായിരിക്കും. അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നതിന് മുന്നെയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കമ്പനി പേ ചെയ്യുന്നത്. സപ്പോസ് ഒരു കമ്പനിക്ക് ഒരു വർഷം പ്രോഫിറ്റ് ഏൺ ചെയ്തില്ല എന്ന് കരുതാം. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഈ ഫിക്സ്ഡ് റേറ്റിലുള്ള ഡിവിഡൻഡ് കമ്പനി നിർബന്ധമായിട്ടും പേ ചെയ്തിരിക്കണം. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ദേ ആർ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, വിച്ച് മീൻസ് cumulative preference shares are those shares on which dividend unpaid in any year due to lack of profit or other reasons will be accumulated and paid in the subsequent year. And non-cumulative preference share are those shares on which dividend unpaid in any year will not be accumulated or carry forward. Cumulative and non-cumulative preference shares എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരു കമ്പനിക്ക് ഒരു വർഷം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക. കമ്പനി പ്രോഫിറ്റ് ഏൺ ചെയ്തില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായില്ല എന്ന് കരുതാം. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അവർക്ക് സബ്സീക്വന്റ് ഇയറിലെ പ്രോഫിറ്റിന്റെ കൂടെ കുമുലേറ്റ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ലഭിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിന് ഇത്തരത്തിൽ കുമുലേറ്റ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ലഭിക്കില്ല. The second type of share is redeemable and irredeemable preference shares. Redeemable preference shares are those preference shares which are redeemed after a specified period of time, and irredeemable preference shares are those which cannot be redeemed after a specified period of time. Redeemable preference shares എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത
പീരിയഡിന് ശേഷം റിഡീം ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയർസിനെയാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു നിശ്ചിത സമയത്തിന് ശേഷം റിഡീം ചെയ്യാൻ സാധിക്കാത്ത പ്രിഫറൻസ് ഷെയർസിനെയാണ് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. The next type of preference share is convertible preference shares. This means the share are given in the right to convert into equity shares within a specified period of time. കമ്പനി ഒരു നിശ്ചിത സമയത്തിന് ശേഷം പ്രിഫറൻസ് ഷെയർസ് ഇക്വിറ്റി ഷെയർസ് ആക്കി മാറ്റി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ഷെയർസിനെയാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. The next category of preference share is participated and non-participating preference shares. This means participating preference shares are those shares that give the shareholders the right to participate in the surplus profit after paying a reasonable rate of dividend on equity shareholders. And non-participating preference shares are those shares which are not entitled for any surplus dividend. കമ്പനിക്ക് ഏതെങ്കിലും വർഷം സർപ്ലസ് ഡിവിഡൻഡ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡിന് പുറമെ എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ ഇത്തരം പ്രിഫറൻസ് ഷെയർസിനെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. എന്നാൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഒരു നിശ്ചിത നിരക്കിൽ മാത്രമേ ഡിവിഡൻഡ് ലഭിക്കുകയുള്ളൂ. These are the major classifications of preference shares. The another classification of share is equity shares. Equity shares are those which are not preference shares. Equity shares do not carry any preferential right in respect of dividend or repayment of capital. Equity share എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത എല്ലാ ഷെയറുകളെയും ഇക്വിറ്റി ഷെയർസ് എന്ന് പറയും. ഇത്തരം ഇക്വിറ്റി ഷെയർസ് പ്രിഫറൻസ് ഷെയർസിനെ പോലെ പ്രിഫറൻഷ്യൽ റൈറ്റ് ക്യാരി ചെയ്യുന്നില്ല. അതായത് പ്രിഫറൻസ് ഷെയർസ് ഡിവിഡൻഡിലും അതുപോലെ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലും ഒരു പ്രിഫറൻസ് എൻജോയ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് ആണ്. ബട്ട് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ യാതൊരു പ്രിഫറൻസും ലഭിക്കാത്ത ഷെയർ ഹോൾഡേഴ്സിനെയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർസ് ഓൾസോ നോൺ ആസ് ഓർഡിനറി ഷെയർസ്. Dividend paid on equity shares only after paying fixed rate of dividend on preference shares. The rate of dividend on equity shares is not fixed, which is according to the amount of profit the company earned. Dividend ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഒരിക്കലും നൽകുന്നില്ല. ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് നൽകിയതിനു ശേഷം എന്തെങ്കിലും കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായി പേ ചെയ്യുന്നുള്ളൂ. ഒരിക്കലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് ഫിക്സ്ഡ് അല്ല. കമ്പനി ഒരു വർഷം പ്രോഫിറ്റ് ഏൺ ചെയ്തില്ല എന്ന് കരുതുക. അത്തരം സാഹചര്യത്തിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് യാതൊരു പ്രോഫിറ്റും ലഭിക്കുന്നതല്ല. ഇത് കമ്പനിയുടെ പ്രോഫിറ്റിനനുസരിച്ചിട്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് നിശ്ചയിക്കുന്നത്. സോ ടുഡേ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ദ ടോപ്പിക്സ് shares and types of shares. Hope you all understand well. Thank you.